സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇഷ്ടപ്പെടുകയും അല്ലാഹുവിന്റെ മലക്കുകളാൽ അല്ലാഹു ബർക്കത്ത് ചൊരിയുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു നിക്കാഹിന്റെ സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത്. വാണിമൽ സ്വദേശി അമ്മദാജി സാഹിബിന്റെ മകൻ അബ്ദുൽ ജലീൽ സാഹിബിന്റെ മകൻ ഡോക്ടർ ജസീമും, കടവത്തൂർ സ്വദേശി തൊടുവയിൽ അബ്ദുൽ മജീദ് സാഹിബിന്റെ മകൾ ഡോക്ടർ ഫസ്നയും തമ്മിൽ സ്വർണ്ണാഭരണങ്ങൾ മഹർ നിശ്ചയിച്ച് നടക്കുന്ന വിവാഹത്തിൽ പങ്കെടുക്കാനും അവരുടെ സംതൃപ്തമായ സമാധാനമുള്ള ഒരു കുടുംബ ജീവിതത്തിന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുമാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയത്. സത്യത്തിൽ ഏതൊരു കല്യാണം നടക്കുന്ന സമയത്തും രണ്ട് വ്യക്തികളോ രണ്ട് കുടുംബങ്ങളോ അല്ല ബന്ധങ്ങളായി കൂടിയോജിക്കാറുള്ളത്. നമ്മളൊക്കെ പരസ്പരം കുടുംബങ്ങളാകുന്ന, നാളെ റബ്ബിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരുപാട് ഹലാലായ ബന്ധങ്ങളിലേക്ക് എത്തിപ്പെടുന്ന അനുഗ്രഹീതമായൊരു ഇബാദത്ത് എന്ന നിലക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വൈവാഹിക ജീവിതത്തെ ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തിയത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് കൽപ്പിച്ചതും യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ജനങ്ങളെ, നിങ്ങളെയൊക്കെ പടച്ച റബ്ബ് വ്യത്യസ്ത ഗോത്രത്തിലും കുടുംബത്തിലും വ്യത്യസ്ത നിറത്തിലുമൊക്കെ സൃഷ്ടിക്കാനുള്ള കാരണം നിങ്ങൾ ആ ഗോത്രത്തിന്റെയും കുടുംബത്തിന്റെയും നിറത്തിന്റെയും പേരിൽ പവറും പത്രാസും കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ റബ്ബ് വിശ്വസിച്ചേൽപ്പിച്ച ബന്ധങ്ങളെ ഏറ്റവും മനോഹരമായി കൊണ്ടു നടക്കുന്ന ആളുകളെയാണ്. ഒരിക്കൽ മദീന പള്ളിയിൽ നിന്നും ഒരു നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അബൂദർ റളിയല്ലാഹു അൻഹുവും ബിലാൽ റളിയല്ലാഹു അൻഹുവും തമ്മിൽ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ സംസാരത്തിന്റെ ഇടക്ക് പെട്ടെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു എന്തോ പറയാൻ വേണ്ടി വാത്തുറക്കാൻ നിൽക്കുമ്പോ സർവ മനുഷ്യരും നോക്കി നിൽക്കെ അബൂദർ പറഞ്ഞു, നീ മിണ്ടരുത് കറുത്തവളുടെ മകനെ, നിന്നെ എനിക്കറിയാം കറുത്തവളുടെ മകനെ. സ്വന്തം മുഖത്തേക്ക് നോക്കി കറുത്തവളുടെ മകനെ എന്ന ഒരു പ്രയോഗം അബൂദറിന്റെ വായിൽ നിന്ന് കേട്ടപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞു. കാരണം കറുത്ത നീഗ്രോ വംശജനിൽപ്പെട്ട ചുരുളമുടിക്കാരനായ കറുത്ത കുറുകിയ ഒരു മനുഷ്യനായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. അബൂദറിന്റെ വാക്ക് കേട്ടതോടുകൂടി ബിലാലിന്റെ കണ്ണു നിറഞ്ഞു. പിന്നീട് ഒരക്ഷരം ശബ്ദിക്കാതെ തലകുനിച്ചു നിൽക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെന്ന് അബൂദർ പറഞ്ഞു, ബിലാൽ, എനിക്ക് അബദ്ധം പറ്റിപ്പോയതാ, എനിക്കെന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതായി പോയി, വിളിച്ചു പോയതാണ് ബിലാൽ, താങ്കൾ എന്റെ വാപ്പാക്ക് തിരിച്ചു വിളിക്കണം. പുഞ്ചിരിയോടെ ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, ഇല്ല അബൂദറേ, ഞാൻ ഒരിക്കലും നിങ്ങളുടെ രക്ഷിതാക്കളെ പറയില്ല, എന്റെ പ്രവാചകൻ എന്നെ അത് പഠിപ്പിച്ചിട്ടില്ല. കുറ്റബോധം കൊണ്ട് കണ്ണുനീരുമായി അള്ളാന്റെ ഹബീബിന്റെ അരികിൽ ചെന്ന് ലോകത്തിന്റെ പ്രവാചകന്റെ മുൻപത്ത് മുട്ടുകുത്തി നിന്നിട്ട് അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, അബദ്ധം കൊണ്ട് ഞാൻ വിളിച്ചുപോയി, അതുകൊണ്ട് താങ്കൾ ബിലാലിനെ വരുത്തണം. ഞാൻ എന്റെ ഇടത്തേക്കവള് നിലത്ത് പറ്റിച്ചു വെക്കാം, വലത്തേക്കവള് മുകളിലേക്ക് വെക്കാം. ബിലാലിന്റെ കറുത്ത കാലുകളെ കൊണ്ട് എന്റെ ഈ വെളുത്ത മുഖത്ത് ചവിട്ടാൻ താങ്കൾ കൽപ്പിക്കണം. അള്ളാഹുവിന്റെ തിരുദൂതൻ തിരിച്ചു പറഞ്ഞു, ഇല്ല അബൂദറേ, എന്റെ റബ്ബ് എന്നെ അത് പഠിപ്പിച്ചിട്ടില്ല. വിങ്ങിപ്പൊട്ടി കരഞ്ഞിറങ്ങി പോകുന്ന അബൂദറിനെ കയ്യാട്ടിയിട്ട് റസൂലുള്ള പിന്നെ പറഞ്ഞു, അബൂദറേ, ബിലാലിന്റെ മനസ്സിലുള്ള പൊരുത്തം കിട്ടാത്ത കാലത്തോളം നിങ്ങളുടെ തൗബ പോലും അല്ലാഹ് സ്വീകരിക്കൂല അബൂദറേ. ഇതായിരുന്നു ഇസ്ലാം. ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കരുത് എന്ന് ലോകത്തെ പഠിപ്പിച്ച മതം, വാക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒരു കണ്ണ് നിറയിപ്പിക്കരുത് എന്ന് പഠിപ്പിച്ച മതം, അയൽവാസി പട്ടിണി കിടക്കുമ്പം മതം നോക്കരുതെന്നും അവൻ വയറുവശന്ന് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാണെന്നും ലോകത്തെ പഠിപ്പിച്ച റസൂലിന്റെ മതം, ഉറുമ്പ് കൂട്ടത്തെ നിങ്ങൾ കരിച്ചാൽ നിങ്ങളെ കരിക്കും ഞാൻ എന്ന് ലോകത്തിന്റെ സൃഷ്ടാവ് പഠിപ്പിച്ച മതം, ആദ്യമായി അമുസ്ലിമിന്റെ മയ്യത്ത് കണ്ടപ്പം എഴുന്നേറ്റ് നിന്ന് തലപ്പാവൂരി
ഒരു മയ്യത്തിനെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ച മതം. വാക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒരു മനസ്സ് നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ വെച്ച് ആര് നിങ്ങൾക്ക് തസ്ബീത്ത് ചൊല്ലി തന്നാലും പൊരുത്തം കിട്ടാത്ത കാലത്തോളം നിങ്ങളെ തൗബ പോലും തലവിട്ട് കടക്കൂലാന്ന് അള്ളാന്റെ തിരുദൂതൻ പഠിപ്പിച്ച മതം. ആ മതത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാ ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കാതെ ജീവിക്കുക എന്നുള്ളത്. ഇന്ന് വിവാഹിതനാകുന്ന സഹോദരൻ ജസീമിനും ഫസ്നക്കും മനസ്സമാധാനത്തോടെ ജീവിക്കണേ. ഈ 2 മക്കൾ മാത്രം പടച്ചോനെ ഭയപ്പെട്ടാ പോരാ. കയറി വരുന്ന ഫസ്ന എന്ന പെൺകുട്ടിയെ സ്വന്തം മകളായിട്ട് ജസീമിന്റെ കുടുംബത്തിന് കാണാൻ പറ്റണം. ഒരു വാപ്പാന്റെ അടുത്തുനിന്ന് മഹർ കൊടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന ഒരു പെണ്ണിനെ 4 ചുമരിന്റെ ഉള്ളിലിട്ട് സങ്കടപ്പെടുത്തൂലാന്നും നിറം കൊണ്ടോ പണം കൊണ്ടോ അവൾക്കൊരിക്കലും ഒരു കണ്ണീര് കുടിക്കുന്ന അവസ്ഥ എന്റെ കുടുംബത്തിൽ ഉണ്ടാവൂലാന്നും നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ ഞാൻ കയറുമ്പോ നിന്റെ കയ്യിൽ ഫസ്നന്റെ കയ്യും നിന്റെ മക്കളും ഉണ്ടാകും എന്ന് ഫസ്നയുടെ മുഖത്തു നോക്കി ഒരു വാപ്പ കാണുകൊടുക്കുന്ന കരാറാ നിക്കാഹ്. അല്ലാതെ ആണിന്റെ വീട്ടിലെ പൊരപ്പണി ചെയ്യാനും വെച്ചു വളമ്പാനും രാത്രി ഭോഗിക്കാനും ദേഷ്യം വരുമ്പം മുഖമടിച്ചടിച്ച് ഭയപ്പെടുത്തി ഭരിക്കാനും അല്ല ഭാര്യ. ആ ഒരു കരാറാണ് ഒരാണ് തന്റെ വാപ്പയോട് പറയുന്നതും നിങ്ങളെ മകളെ ഞാൻ അങ്ങനെ പരിപാലിക്കുമെന്ന്. കൈപിടിച്ചു കൊടുക്കുന്ന മജീദ് സാഹിബിന് പറയാൻ പറ്റണം, നിന്റെ ഫസ്നാനെ കൊണ്ടൊരിക്കലും ജസീമെ എന്റെ കുടുംബം സങ്കടപ്പെടൂല. നിന്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളായി കാണാൻ പഠിപ്പിച്ച മോളയാ നിനക്ക് ഞാൻ ഏൽപ്പിക്കുന്നത് എന്ന് ഒരു വാപ്പ പടച്ചോനോട് പറയുന്ന കരാറാ നിക്കാഹ്. പടച്ചോനോട് പറഞ്ഞു എന്റെ മോളെ എനക്ക് തരാൻ, എന്റെ കുടുംബവും സമാധാനപ്പെടാൻ. ഇങ്ങനെ ഓരോരുത്തരും കുടുംബത്തിൽ അവനവന്റെ സ്വഭാവവും നമ്മളെ നാവും പെരുമാറ്റവും ഇതൊക്കെ നന്നാക്കിയ എല്ലാ കുടുംബവും സ്വൈര്യ, എല്ലാ കുടുംബത്തിലും സമാധാനം ഉണ്ടാകും. അതിനു പകരം നിറം നോക്കിയും തറവാട് നോക്കിയും പണം നോക്കിയും ഈഗോ വിട്ടുപാറാത്ത മനസ്സുമായി ഒരാളെ മനസ്സെങ്കിലും സങ്കടപ്പെടുത്തിയിട്ട പടച്ചോന്റെ മണ്ണ് കിടക്കുന്നതെങ്കിൽ ഒരു സ്വൈര്യം അല്ല തരൂല. അത് നെറ്റിയിൽ എത്ര നിസ്കാരത്തായ്പുണ്ടെങ്കിലും ഏത് പടച്ചോന്റെ മണ്ണ് ചെന്ന് ഹജ്ജ് ചെയ്താലും ആ തിരിച്ചറിവാ മനുഷ്യരെ ഇസ്ലാം, ആ ബോധമാ കുടുംബം. ഇന്ന് വിവാഹിതനാകുന്ന ജസീമിന്റെയും ഫസ്നയുടെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണിത്. എന്തിനാ ഈ വിവാഹം എന്ന ചോദ്യത്തിന് റബ്ബ് പോലും കൊടുത്ത മറുപടി വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ. നിങ്ങൾക്ക് സമാധാനമുണ്ടാകാൻ, നിങ്ങളുടെ ശരീരവും മനസ്സും ആഗ്രഹിക്കുന്ന സ്വസ്ഥതയിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ. പക്ഷെ ഇന്ന് പൊതുവെ പലരും പറയാറുണ്ട് വിവാഹത്തോടു കൂടിയ പലരുടെയും സമാധാനം നഷ്ടപ്പെടാറ് എന്ന്. എന്തുകൊണ്ടാ? ലോകത്ത് ഇസ്ലാം പഠിപ്പിച്ച റസൂലുള്ള പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന് സ്വന്തം ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കണ്ടെത്തിയപ്പോ വിവാഹത്തിൽ എന്ത് മര്യാദ കാണിക്കണമെന്ന് പോലും ഇന്ന് മുസ്ലിം സമൂഹത്തിലെ കുടുംബങ്ങൾക്ക് അറിയാതെ പോയി. വളർന്നുകൊണ്ടിരിക്കുന്ന മക്കളുടെ മനസ്സുകളിൽ ലിബറൽ ചിന്താഗതി കുത്തിവെക്കപ്പെട്ടു. ആണിനെയും പെണ്ണിനെയും കെട്ടലാണ് സമാധാനമെന്നും കുപ്രസിദ്ധരും സുപ്രസിദ്ധരുമായ ഏതോ 1000-ൽ ഒരു സിനിമാ നടന്റെ കുടുംബം വേർപെട്ടപ്പോഴേക്കും വിവാഹമേ കാലഹരണപ്പെട്ട പഴഞ്ചൻ ആചാരമാണെന്ന് മീഡിയകളിലൂടെ നമ്മളെ മക്കളെ മനസ്സിൽ അവർ കുത്തിവെച്ചപ്പോ 25-ഉം 28-ഉം വയസ്സുള്ള പെൺമക്കൾക്കും 30 വയസ്സായ ആൺമക്കൾക്ക് പോലും വിവാഹം വേണ്ടെന്ന് തോന്നി. അവിടെയാണ് നമ്മൾ മക്കളെ ബോധവാന്മാരാക്കേണ്ടതും. ഈ കാണുന്ന തലമുറ സൃഷ്ടിക്കപ്പെടുന്നത് വൈവാഹിക ബന്ധത്തിലൂടെ മാത്രമാ. ഒരു പ്രായത്തിന്റെ അപ്പുറത്തേക്ക് നിന്റെ ശരീരത്തിനോട് നിനക്ക് ചില കടമകളുണ്ട്. അത് കണ്ടു തീർക്കുന്ന തോന്നിവാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ടതല്ല. ലിവിംഗ് ടുഗദറുകളുടെയും ഡേറ്റിംഗുകളുടെയും ബെസ്റ്റുകളുടെയും കളിച്ചു തീർക്കേണ്ടതല്ല. മറിച്ച് പടച്ച റബ്ബ് വിശ്വസിച്ചേൽപ്പിക്കുന്ന ഒരു കുടുംബത്തിന്റെ കൂടെ അള്ളാന്റെ സ്വർഗത്തിലേക്ക് പോകാനാ എന്റെ ജീവിതം എന്ന് ചിന്തിക്കുന്നിടത്താണ് ജീവിതത്തിന്റെ അർത്ഥവും മൂല്യവും. അതുകൊണ്ട് തന്നെ സഹോദരൻ ജസീമിനോട് എനിക്ക് പറയാനുണ്ട് ചില കാര്യങ്ങൾ. ഏറ്റവും നല്ല ആണെന്നാൽ കപ്പട മീശയും 6 പാക്ക് ബോഡിയുമാണെന്ന് മീഡിയക്കാരും പഠിപ്പിക്കും. അല്ല, ആണുങ്ങളിൽ ഏറ്റവും സുന്ദരൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ. നിനക്ക് വേണ്ടി ഫസ്ന പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, നിന്നെ കാണാതാകുമ്പം ഫസ്നയുടെ നെഞ്ച് പടയുന്നുണ്ടെങ്കിൽ, നീ ഇല്ലാതെ ഒരു രാത്രി പോലും കിടന്നുറങ്ങാൻ ഫസ്നക്ക് പറ്റുന്നില്ലെങ്കിൽ, ഓരോ നിസ്കാരപ്പടത്തൊന്നും പടച്ചോന്റെ നേരെ കൈനീട്ടുമ്പോ പടച്ചോനെ നിന്റെ പിയ്യാപ്പനെ കൊണ്ടുവന്നതിന്റെ മുൻപ് ഇന്നെങ്ങി കൊണ്ടോയിക്കോ റബ്ബേ, എനിക്ക് എന്റെ പിയ്യാപ്പിളല്ലാണ്ട് ഒരു സെക്കൻഡ് പോലും പറ്റൂല റബ്ബേന്ന് നിനക്ക് വേണ്ടി നിന്റെ പെണ്ണ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ ആണാ എന്റെ ദീനിനാ പടച്ചോന്റെ അടുത്ത് വില.
സഹോദരൻ, അതുകൊണ്ട് തിരിച്ചറിയേണ്ടതും ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ കല്യാണം കഴിക്കുന്ന പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റുന്നവനാ, ക്ഷമിച്ചും സഹിച്ചും തിരിച്ചറിവോടെ പെരുമാറുന്നവനാ. അതുകൊണ്ടാ ഒരിക്കൽ ഒരു വലിയ യാത്ര കഴിഞ്ഞ് വീട്ടിക്ക് കയറി വന്ന അള്ളാന്റെ തിരുദൂതൻ ചോദിച്ചു, ആയിഷ വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും താ. അകത്ത് കയറി ചട്ടിയുടെ അടിഭാഗം പരതി നോക്കുമ്പം അല്പം ഉണങ്ങിയ ഗോതമ്പ്. ആ ഗോതമ്പെടുത്ത് തീയിലിട്ട് വാട്ടി പുഴുങ്ങി അള്ളാന്റെ ഹബീബിന്റെ മുൻപിൽ കൊണ്ടുവച്ചു. അല്പം ഗോതമ്പെടുത്ത് വായിലിട്ട റസൂലിന്റെ മുഖം കണ്ടപ്പോ ആയിഷ ബീവിക്ക് മനസ്സിലായി ഇത് തിന്നാൻ പറ്റൂലെന്ന്. കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന ആയിഷ ബീവിയോട് റസൂല് ചോദിച്ചു, ആയിഷ എന്തെങ്കിലും ഒരു കൂട്ടാൻ കിട്ടണം, അല്ലാണ്ട് കഴിക്കാൻ പറ്റുന്നില്ല ആയിഷ. സുർക്കയുള്ളൂ നബിയെ. കൊണ്ടുവരപ്പെട്ട സുർക്ക ഒഴിച്ച് ആ ഗോതമ്പും സുർക്കയും കൂട്ടിക്കുഴച്ച് വാരിത്തു നിന്ന റസൂലുള്ളാനെ കണ്ടപ്പോ ഹൃദയം പൊട്ടി ആയിഷ ബീവി ചോദിച്ചു, നബിയെ നിങ്ങൾക്ക് എന്നോടെന്തോ ദേഷ്യമുണ്ടോ പ്രവാചക? അങ്ങേക്ക് ഭക്ഷണം തരാൻ ഈ വീട്ടിൽ പച്ചവെള്ളമല്ലാതെ വേറൊന്നും ഇല്ലാഞ്ഞിട്ടാ നബിയെ. ആയിഷ ബീവിക്ക് കണ്ണീരുണ്ട്, സങ്കടമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ അള്ളാന്റെ ഹബീബ് ആദ്യം ചെയ്തത് എന്താണെന്നറിയോ? ആയിഷ റളിയല്ലാഹു തആല അൻഹാനെ കൊണ്ടൊരു ഗ്ലാസ് വെള്ളം എടുപ്പിച്ചു. ആ വെള്ളം കൊണ്ടുവന്ന ആയിഷ ബീവിയുടെ കയ്യിൽ നിന്ന് അതേ ഗ്ലാസ് ആയിഷ ബീവിന്റെ ചുണ്ടത്ത് വെച്ച് അള്ളാന്റെ ഹബീബ് പറഞ്ഞു, നീ കുടിക്ക ആയിഷ. അള്ളാന്റെ പ്രവാചകന്റെ മുൻപിൽ വെച്ച് ആ കവിള് കുടിച്ച ആയിഷ ബീവിയുടെ ചുണ്ട് പതിഞ്ഞ അതേ ചുണ്ടിന്റെ ഭാഗത്ത്, ആ പാത്രത്തിൽ ചുണ്ട് പറ്റിയ ഭാഗത്ത് ചുണ്ട് വെച്ച് റസൂൽ വെള്ളം കുടിക്കുമ്പോ ആ പ്രണയത്തിന്റെ മുൻപിൽ, ആ സ്നേഹത്തിന്റെ മുൻപിൽ ആയിഷ ബീവി വീണ്ടും പൊട്ടിക്കരഞ്ഞു. വാരിക്കുഴച്ച ആ ഒരു ഗോതമ്പും അല്പം സുർക്കയും കൂട്ടി ആയിഷ ബീവിന്റെ വായിൽ വെച്ചിട്ട് റസൂലുള്ള പറഞ്ഞു, കരയല്ലേ ആയിഷ, എനിക്കറിയാം ഈ വീട്ടിൽ ഒന്നുമില്ലാന്ന്, എന്നാലും സുർക്കയും ഗോതമ്പും എന്ത് നല്ല കൂട്ടാനാന്നറിയോ ആയിഷ? ഇതാ മനുഷ്യരെ പരിഗണന, ഇതാ അവനാന്റെ വീട്ടിലെ പെണ്ണാഗ്രഹിക്കുന്നത്. സ്വന്തം വീട്ടിലുള്ള പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറാൻ പറ്റാത്തവൻ ഒരിക്കലും പടച്ചോന്റെ അടുത്തൊരു നല്ലവനാവൂല. അതുകൊണ്ടാ ഹിയാറുക്കും അഹ്സനുക്കും ലിനിസായിക്കും, ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ. സഹോദരൻ ജസീമിനോട് രണ്ടു പേരും പ്രൊഫഷണലുകളാ. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കലുകളും അതേ രീതിയിലുള്ള തിരിച്ചറിവുകളും നിർബന്ധമാ. പലരും പറയാറുണ്ട് അഡ്ജസ്റ്റ്മെന്റ് ആ ജീവിതം. അല്ല, അണ്ടർസ്റ്റാൻഡിങ് ആ ജീവിതം. അറിയണം കെട്ടിയ പെണ്ണിനെ, ആണിനെ, അവളുടെ ചിന്തകളെ, സ്വപ്നങ്ങളെ. ഒരു വാപ്പാന്റെ രാജകുമാരിയായി ജീവിച്ച പെൺകുട്ടീനെ കൂട്ടിക്കൊണ്ടോന്ന് സ്വന്തം പൊരയിലിട്ട് നാക്കരുത്തോണ്ടും കൈക്കരുത്തോണ്ടും ജയിച്ച് നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ഞാൻ വലിയ പിയാപ്പിളയാ എന്ന് പറയുന്നവനല്ലാണ് നിന്റെ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവൻ. അങ്ങനെ ഒരു നല്ല തുണയാവാൻ സഹോദരൻ ജസീമിന് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. കൂടെ സഹോദരി ഫസ്നയോടും ആ കുടുംബത്തിലുള്ള എല്ലാ പെൺമക്കളോടും എല്ലാ പെൺമക്കളുള്ള വാപ്പാരോടും ഒരു പെണ്ണിൽ നിന്ന് ആണാഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? പല വാപ്പാരും തെറ്റിദ്ധരിച്ച് കുറെ പഠിപ്പിക്കലും അതോടൊപ്പം കുറെ പൈസ ഉണ്ടാക്കി കൊടുക്കലാണ്. അല്ല, ആണിന്റെ മനസ്സറിയാൻ പറ്റണം, അവന്റെ വേദനകൾ അറിയാൻ പറ്റണം, അവന്റെ ദീനിന് പ്രാധാന്യം കൊടുത്ത് ചേർന്ന് നിൽക്കാൻ പറ്റണം. അതുകൊണ്ടാ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ രണ്ട് പേരക്കുട്ടികളെയും വയറ്റിലിട്ട് 9 മാസം ഗർഭം ധരിച്ച ഫാത്തിമ ബീവി ഒരിക്കൽ വീട്ടിക്ക് കയറി വന്ന അലി എന്ന ഭർത്താവിനോട് പറഞ്ഞു, അലി എന്തോ മധുരം തിന്നാൻ പൂതിയാകുന്നുണ്ട്. ഭാര്യയുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ മദീനയിലെ തെരുവിലിറങ്ങി പലരോടും ചോദിച്ചു, ആരും കൊടുക്കുന്നില്ല. അവസാനം അള്ളാന്റെ ഹബീബ് കൊടുത്ത പടയങ്കി ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവച്ച് പണയമായി അല്പം കാരക്ക കൈ നിറയെ വാങ്ങി മധുരമുള്ള ഈത്തപ്പഴവുമായി ഫാത്തിമാനെ മനസ്സിലോർത്ത് വീട്ടിലേക്ക് ഓടിക്കതച്ചു പോകുന്ന അലിയെ മദീന പള്ളിയുടെ മുൻഭാഗത്ത് പട്ടിണി കിടക്കുന്ന സ്വഹാബത്ത് കണ്ടിട്ട് പറഞ്ഞു, അലി 3 ദിവസമായി അലി പട്ടിണിയാ, ഞങ്ങള് ഒരു കാരക്ക ഞങ്ങൾക്ക് തന്നിട്ട് പോ. സഹാബത്തിന്റെ നേരെ കൈ നീട്ടിയതേ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ഓർമ്മയുള്ളൂ. എല്ലാ കാരക്കയും സഹാബത്തെടുത്ത് തിന്നു, അത്ര പട്ടിണിയാവര്. വെറും കയ്യോടെ വീട്ടിക്ക് തിരിച്ചു വന്ന അലിയെ കണ്ട് ഒരക്ഷരം ശബ്ദിക്കാതെ ഫാത്തിമ ബീവി അകത്ത് ചെന്ന് പകുതി ഉണങ്ങിപ്പോയൊരു റൊട്ടിയെടുത്ത് ചൂടാക്കി അലിയുടെ മുൻപിൽ വെച്ചു. ആ റൊട്ടിക്കഷണം ചീന്തിയെടുത്ത് അലിയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോ അറിയാതെ അലി ഇബ്നു അബീ ത്വാലിബ് ചോദിച്ചു, ഫാത്തിമ എന്താ ഈ എന്നോട് ആ മധുരം ചോദിക്കാത്ത? ഫാത്തിമ ബീവി പുഞ്ചിരിയോടെ പറഞ്ഞു, അലി ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഭക്ഷണം കിട്ടിയിട്ടില്ല, കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെക്കാളും അർഹതപ്പെട്ട ആർക്കും നിങ്ങൾ കൊടുക്കും, അല്ലാണ്ട് ഇന്നങ്ങൾ മറക്കൂലാന്ന് എനിക്ക് ഉറപ്പാലി. ഉണ്ടായ കഥകൾ മുഴുവനും ഫാത്തിമാന്റെ മുഖത്തു നോക്കി പറയുമ്പോ ആ റൊട്ടിക്കഷണം അലിയുടെ വായിൽ വെച്ച് ആ കവിളത്തൊരുമ്മ കൊടുത്തിട്ട് വാരിപ്പിടിച്ച്
ഫാത്തിമ ബീവി പറഞ്ഞു, അലി, മധുരമുള്ള കാരക്കയേക്കാൾ എന്തു മധുര അലി, അങ്ങയുടെ സ്വഭാവവും അങ്ങയുടെ ജീവിതവും, അത് മതി അലി എനിക്ക്. ഇതാണ് ഒരു പെണ്ണിൽ നിന്നാണ് ആഗ്രഹിക്കുന്നത്. അവന്റെ വേദനകൾ, ഇല്ലായ്മകൾ, അവന്റെ സ്വപ്നങ്ങൾ, അവന്റെ പ്രാരാബ്ദങ്ങൾ, ഇതൊക്കെ അറിഞ്ഞ് നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഒരു പെണ്ണിനെ കിട്ടിയ ഓക്കെത്ര പണല്ലെങ്കിലും എന്തൊക്കെ ദുനിയാവിൽ പടച്ചം കൊടുക്കാതിരുന്നാലും ഒരു പെണ്ണിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ, അനുസരിക്കുന്ന പെണ്ണാവണം, ഭർത്താവിനെ മനസ്സിലാക്കുന്ന പെണ്ണാവണം. സഹോദരി ഫസ്നയോട് അത്ര എനിക്ക് പറയാനുള്ളൂ. ഇത്രയുള്ളൂ മനുഷ്യരെ ജീവിതം. വളരെ ചെറിയൊരു കാലഘട്ടത്തിലേക്ക് ജീവിക്കാമെന്നവരാ ഞാനുങ്ങളും ഒക്കെ. ഈ ഇരിക്കുന്ന എത്ര പേർക്ക് വല്യുപ്പാന്റെ വാപ്പാന്റെ പേരറിയാം? എന്നോട് ചോദിച്ചാൽ വാപ്പാന്റെ പേര് അബ്ദുറഹ്മാൻ, വാപ്പന്റെ പേര് പോക്കുട്ടി സാഹിബ്. അതിന്റെ മേലേക്ക് എനിക്കറിയൂല. അതിനർത്ഥം 125 കൊല്ലം മുൻപുള്ള ഒരു മനുഷ്യനെ എനിക്കും അറിയൂല. ഇനി എന്റെ കാലഘട്ടം കഴിഞ്ഞാൽ എന്റെ മക്കൾക്കോ മക്കളെ മക്കൾക്കോ എന്നെ അറിയുന്നല്ലാതെ ഒരു 150 കൊല്ലത്തിന്റെ താഴേക്ക് നമ്മളെ ആരും അറിയാനും പോകുന്നില്ല. ജീവിച്ചിരിക്കുന്ന ഈ മനുഷ്യരെ മനസ്സിലെ ഞാനുങ്ങളുള്ളൂ. ജീവിച്ചിരിക്കുന്ന ഈ മനുഷ്യരെ നമുക്ക് ദ്വാരക്കാനുള്ളൂ. ജീവിച്ചിരിക്കുന്ന ഈ മനുഷ്യരെ നമ്മളെ കബറും പുറത്തു വരാനുള്ളൂ. ആ മനുഷ്യർക്ക് മുൻപിൽ സ്നേഹത്തോടെ ജീവിക്കാൻ പഠിക്കണം, മനസ്സ് തുറന്ന് പെരുമാറാൻ പറ്റണം. നാളെ പടച്ചോന്റെ അരികിലേക്ക് പോകുമ്പോ ആരിനിക്ക് കൂടല്ലെങ്കിലും എന്റെ കബറും പുറത്തും പള്ളിയിലും വരുന്നവരുടെ മനസ്സിൽ നിന്ന് എനിക്ക് ആത്മാർത്ഥമായ ദുആ കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. അത് പടച്ചോന്റെ മരണത്തെ പോലും സ്നേഹിക്കാൻ നമ്മളെ പര്യാപ്തമാക്കും. ആ തിരിച്ചറിവാണ് ഇസ്ലാം. ആ രീതിയാണ് കുടുംബം. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളതാ. 2 കുടുംബങ്ങളും അള്ളാഹുവിന്റെ ദീനിനെ അത്രയേറെ നെഞ്ചേറ്റുന്നവർ. അഹമ്മദ് കോയ സാഹിബ്, അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ പ്രിയ പത്നിക്ക് അള്ളാഹു കബറിടം വിശാലമാക്കുകയും ഇതിനേക്കാൾ മനോഹരമായ റബ്ബിന്റെ സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ അരികിലേക്ക് എന്നാണോ നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്നത് അന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ സ്വാഗതം ചെയ്യുന്ന ഒരു മരണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ഏത് നിമിഷവും പടച്ചോന്റെ അടുത്തേക്ക് പോകുമെന്ന് ചിന്തിക്കണം. ഒന്ന് ഓർത്തു നോക്കി മനുഷ്യരെ, ഇശാഇ ജമാഅത്തിന് വാപ്പാന്റെ കൂടെ ജമാഅത്ത് നിസ്കരിച്ച 4 ആൺമക്കൾ സുബഹിന്റെ മുൻപ് പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങിയിട്ടുണ്ടെങ്കിൽ നിസ്സാരമായ ദുനിയാവിലെ ജീവിതം വെച്ച് മത്സരിക്കല്ലേ. ഈ കുതിരകളിയും പവറും പത്രാസും ആർഭാടങ്ങളൊക്കെ പടച്ചോൻ മണ്ണിന്റെ അടി ചോദിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഏറ്റവും വലിയ നിർഭാഗ്യവാൻ മക്കൾ മരിച്ച വാപ്പാരോ വാപ്പ മരിച്ച മക്കളോ അല്ല. മരണം കൺമുൻപിലുണ്ടെന്ന് കണ്ടിട്ടും ഒരുങ്ങാത്ത മനുഷ്യനായ ഏറ്റവും വലിയ നിർഭാഗ്യവാൻ. ഇത്രയുള്ളൂ ഇസ്ലാമിലെ വിവാഹം. ഈ വിവാഹത്തിനെ പലരും പല കോലത്തിലും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനിന്റെ ചിട്ടയോടെ സംഘടിപ്പിക്കേണ്ടതിനു പകരം കഴിഞ്ഞ ദിവസം പോലും നമ്മൾ കണ്ടു 10,000-ന്റെ പടകം പൊട്ടലുകൾ, പാട്ടുവെച്ചു തുള്ളലുകൾ, JCBയിലും ഒട്ടകപ്പുറത്തും ആനപ്പുറത്തും കൊണ്ടുവന്ന് റോഡ് ബ്ലോക്കാക്കി നാട്ടുകാരെ കൊണ്ട് തെറിവിളിപ്പിക്കൽ, കല്യാണത്തലേന്ന് ഗാനമേള ട്രൂപ്പുകളുടെ ആണും പെണ്ണും കെട്ട തുള്ളലുകൾ. ഓർക്കണേ, 498 മക്കളാ ഫലസ്തീനിൽ ഭക്ഷണം കിട്ടാതെ മരിച്ച്, പട്ടിണി കടന്നു മരിച്ച്. ഇപ്പോഴും ഒട്ടകത്തിന്റെ ചാണകം ഉണക്കി തിന്നുന്ന ഒരു രാജ്യമുണ്ട് സുഡാൻ. കയറി ചെന്ന് കാലുവെക്കാൻ ഒരു തരി മണ്ണ് കിട്ടാതെ നടുക്കടലിൽ പച്ചമീനും ഉപ്പുവെള്ളവും കുടിച്ച് ജീവിക്കുന്ന റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുണ്ട്. ഇതൊന്നും വേണ്ട മനുഷ്യരെ. 6 മണിക്കൂറിൽ ഒരു പട്ടിണി മരണം സംഭവിക്കുന്ന രാജ്യത്ത് ജീവിക്കുമ്പോ പടച്ചോന മറന്നൊരു ഉറുപ്പ്യ കളഞ്ഞ ആ കളഞ്ഞതിന്റെ വിലയറിയിച്ചിട്ടേ അള്ളാഹു തിരിച്ചു വിളിക്കൂ. ആ ചിന്തയാണ് മതബോധം. ആ ബോധമാണ് ഇസ്ലാം. അല്ലാണ്ട് ഇന്ന് കുറെ ലിബറലുകൾ പറയുന്ന മാതിരി മതമല്ല പ്രശ്നം, മതം ഉൾക്കൊള്ളാൻ പാകപ്പെടാത്ത മനുഷ്യന്റെ ദുഷ്ട മനസ്സാണ് പാപം. ആ തിരിച്ചറിവിനാകട്ടെ എൻ്റെ ഒരു 20 മിനിറ്റ് എന്ന് ഓർമ്മപ്പെടുത്തി. ഇന്നിവിടെ നടക്കുന്നൊരു വിവാഹം റബ്ബിന്റെ അരികിലുള്ള ഏറ്റവും നല്ല ഇണകളിൽ അള്ളാഹു സ്വീകരിക്കുകയും കൺകുളിർമയുള്ള മക്കളെ കൊണ്ട് അള്ളാഹു ഈ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നാദാ, ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. എല്ലാം ഹൈറായ നിലക്ക് അവസാനിച്ച് സ്നേഹത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അള്ളാഹുവേ, ദാമ്പത്യ ജീവിതത്തിൽ മനസ്സ് സങ്കടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് നാദാ. ആരുടെ സ്വഭാവത്തിനാണോ മാറ്റമുണ്ടാകേണ്ടത് ആ മാറ്റം കൊടുത്ത് എല്ലാ കുടുംബത്തിലും സന്തോഷവും സമാധാനവും നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാളിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുവേ, അപ്രതീക്ഷിതമായ മരണത്തിൽ നിന്ന്
വേദനാജനകമായ പരീക്ഷണത്തിൽ നിന്ന് ഞങ്ങളുടെ നാടിനെയും ഞങ്ങളെയും കുടുംബത്തെയും മക്കളെയും നീ കാത്തുരക്ഷിക്കണമേ. ഇതിൽ പങ്കെടുക്കാൻ ഞങ്ങളെക്കാളേറെ ആഗ്രഹിച്ചിരുന്ന പലരും ഇന്ന് മണ്ണിനടിയിലാണ് നാഥ. എല്ലാവരുടെയും കബറിടത്തിൽ നീ സന്തോഷം നൽകുകയും പാപങ്ങളെല്ലാം പൊറുത്ത് നിന്റെ സ്വർഗത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുമിപ്പിച്ചു കൂട്ടണമേ. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.